നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാനത്ത് വഴുതക്കാട്ടെ കേരള കഫേ ഹോട്ടൽ ഉടമ ജസ്റ്റിൻ രാജ ഇടപ്പഴിഞ്ഞിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് ജോലി മുടക്കിയ ഹോട്ടൽ ജീവനക്കാരുമായുള്ള വാക്കുതർക്കത്തിനിടെ മർദ്ദനമേറ്റതോടുകൂടിയാണെന്ന് വ്യക്തമാവുകയാണ്. അതിക്രൂരമായ മർദ്ദനമാണ് ഇയാൾ ഏൽക്കേണ്ടി വന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ജോലിക്ക് വരാതിരുന്ന നേപ്പാൾ സ്വദേശി ഡേവിഡ്, വിഴിഞ്ഞം അടിമലത്തുറ സ്വദേശി രാജേഷ് എന്നിവരെ വിളിക്കാനായി ചൊവ്വാഴ്ച രാവിലെ ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ജസ്റ്റിൻ രാജ എത്തിയപ്പോഴാണ് വാക്കേറ്റം ഉണ്ടായത്. സംഘർഷത്തിന് പ്രതികളുടെ മർദ്ദനമേറ്റാണ് ജസ്റ്റിൻ രാജ് മരിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. രാവിലെ 8 മണിയോടുകൂടിയായിരുന്നു കൊല എന്നാണ് സൂചന. മുൻ MLA-യും CPM ജില്ലാ സെക്രട്ടറിയുമായിരുന്ന M സത്യനേശന്റെ മകൾ അജിതയാണ് ജസ്റ്റിൻ രാജിന്റെ ഭാര്യ. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭൗതിക ശരീരം ഏകമകൻ കിരൺ വിദേശത്ത് നിന്ന് എത്തിയ ശേഷം വെള്ളിയാഴ്ചയാണ് സംസ്കരിക്കുന്നത്. ഏറെ നാൾ കരാറുകാരനായി പ്രവർത്തിച്ചിരുന്ന ജസ്റ്റിൻ രാജ് 3 പേർക്കൊപ്പം ചേർന്ന് 1 വർഷം മുമ്പാണ് കോട്ടൺ ഹിൽ സ്കൂളിന് സമീപം കേരള കഫേ എന്ന ഹോട്ടൽ ആരംഭിച്ചത്. ജസ്റ്റിനാണ് ദിവസവും പുലർച്ചെ 5-ന് ഹോട്ടൽ തുറക്കുന്നത്. 8 ജീവനക്കാരാണ് ഹോട്ടലിൽ ഉള്ളത്. ഇത് ഡേവിഡും രാജേഷും സംഭവ ദിവസം ഹോട്ടലിൽ എത്തിയില്ലായിരുന്നു. ഇവരെ തിരക്കി മാനേജറുടെ ഇരുചക്ര വാഹനത്തിലാണ് ജസ്റ്റിൻ രാജ വാടക വീട്ടിലേക്ക് പോയത്. വൈകിട്ടായിട്ടും ജസ്റ്റിനെ കാണാത്തതിനാലാണ് ഹോട്ടലിലെ മറ്റ് ജീവനക്കാർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് പായ കൊണ്ട് മൂടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ വിഴിഞ്ഞം അടിമലത്തുറയിൽ നിന്ന് രാത്രി പ്രതികളെ പിടികൂടുകയായിരുന്നു. ഇവരെ പിടികൂടാനായി പോയ പോലീസുകാർക്ക് നേരെ ആക്രമണവും ഉണ്ടായി. പിടിയിലാകുമ്പോൾ ഇരുവരും അമിത മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് അറിയിച്ചത്. പിടികൂടുന്നതിനിടെ ഇരുവരും ചേർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു. മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. അക്രമകാരായ പ്രതികളെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമില്ല എന്നാണ് ഇവർ പറയുന്നത്. അത് മാത്രമല്ല, കുറച്ചു നാളുകളായി ഇയാൾ വളരെ മോശമായി പെരുമാറിയിരുന്നു എന്ന് പറയുന്നു. എന്നാൽ ജോലി സമയത്ത് മദ്യപിക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്, അത് മാത്രമല്ല വരുന്ന കസ്റ്റമേഴ്സിനോട് വളരെ മോശമായി പെരുമാറുന്നതുകൊണ്ടാണ് ഈ കട ഉടമ ഇവരെ ശകാരിച്ചത് എന്നാണ് പറയുന്നത്. എന്തായാലും അന്ന് നടന്ന സംഭവം എന്താണ് എന്ന് ജീവനക്കാരൻ പറയുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. എന്തായാലും അയാൾ വരുമ്പോൾ നിങ്ങളെ വണ്ടി വാങ്ങിച്ച് നിങ്ങളെ കുളിപ്പിക്കും എന്ന് പറഞ്ഞു. ഇതിന്റെ മാനേജർ പിന്നെ ഇങ്ങനെ പലയിടത്തും തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി ഇവിടെ ഇങ്ങനെ ഒരു റെന്റിന് എടുത്തൊരു വീടുണ്ട്, കടയുടെ സ്റ്റാഫുകളൊക്കെ താമസിക്കുന്നുണ്ട്, അവിടെ ഒന്നുകൂടെ പോയി നോക്കാം എന്ന് പറഞ്ഞാണ് മാനേജരും വേറൊരാളും കൂടെ ചേർന്ന് എന്നെയും കൂടെ കൂട്ടി ഇവിടെ കൊണ്ടുപോയി. സ്കൂട്ടർ ഇന്ന് രാവിലെ വണ്ടി ഇവിടെ തന്നെ ഇല്ല, വണ്ടി ഇവിടെ 2 പേർ താമസിക്കുകയായിരുന്നു ഇന്ത്യക്കാർ. അപ്പം അവര് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ വണ്ടി കൊണ്ടുപോയിട്ടുണ്ടാകും എന്ന് എൻ്റെ ചിന്തയാണ്. വണ്ടിയില്ല, അവരില്ല. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞത്. എനിക്കറിയില്ല. പുള്ളി ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറായിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഏതാണ്ട് ഒരു 15 വർഷത്തിന് മുമ്പ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ വർക്ക് ചെയ്തു. പക്ഷെ ഞാനിപ്പോൾ ഒരു വഴുതിക്കാട് ഫോറസ്റ്റ് ലൈനിലൊരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പുള്ളി പറഞ്ഞു എൻ്റെ ഇവിടെ എൻ്റെ 2 സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട്, അവരെ ഒന്ന് നോക്കിയിട്ട് ഞാൻ ഇതാ വരണം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ. അപ്പോൾ തൊട്ടടുത്താണെന്ന് പറഞ്ഞു, ദൂരെയല്ല. അപ്പം അതുകൊണ്ടാണ് അടുത്താണ് പോയെന്ന് പറഞ്ഞു. പക്ഷെ ആള് എത്തിയിട്ടുമില്ല, വൈകുകയും ചെയ്തു, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്തായാലും വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ ഏക മകൻ വിദേശത്ത് നിന്ന് വന്നതിന് ശേഷം മാത്രമേ മോർച്ചറിൽ നിന്നും ഇദ്ദേഹത്തിന്റെ മൃതശരീരം പുറത്തെടുത്ത് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുകയുള്ളൂ. എന്തായാലും ഈ ഒരു കൊലപാതകം വളരെ പെട്ടെന്നായതിന്റെ നടുകളിലാണ്. മറ്റൊരു ദുരൂഹ വന്നത്, ഇനി പാർട്ട്നേഴ്സ്മാർ ആരെങ്കിലും ചേർന്ന ഈ കൊട്ടേഷൻ കൊടുത്തതാണോ നടക്കമുള്ള ചോദ്യം ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ മേലാണ് ഈ ഒരു കൊലപാതകം നടന്നതെന്ന് വളരെ വ്യക്തമാക്കുകയാണ് പോലീസ് ഇവിടെ. എന്നാലും അന്വേഷണം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.